ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു തീയലുണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് നന്നായി ചൂടായ ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് പച്ചമണം മാറാനായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം വെണ്ടയ്ക്കയാണ്. അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതാണ്. അതും ഒരു 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ പൊളന്നതും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പുളിക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലെ തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരല്പസമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒട്ടും നനവില്ലാതെ നന്നായിട്ട് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാർ എടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ എണ്ണ ഒഴിച്ചാണ് നമ്മൾ ഈ അരപ്പ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സി ജാർ ഒന്ന് കഴുകി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരമായ വെണ്ടയ്ക്ക തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്.